കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയിലുണ്ടായ 2 മരണങ്ങൾ, അതും 2 വിദ്യാർത്ഥികളുടേത്. പ്രവാസ ലോകത്ത് ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ 2 വാർത്തകളായിരുന്നു. രണ്ടും കൗമാരക്കാർ. 2 പേർക്കും സംഭവിച്ചത് ഹൃദയാഘാതം. ഒരാൾക്ക് സംഭവിച്ചത് റൂമിൽ വെച്ചും മറ്റൊരാൾക്ക് സംഭവിച്ചത് കളിക്കുന്നതിന് ഇടയിൽ വെച്ചും. പണ്ട് മുതിർന്നവരിലും പിന്നീട് ചെറുപ്പക്കാരിലും ഇപ്പോൾ വിദ്യാർത്ഥികളിലേക്കും എത്തുന്ന ഹൃദയാഘാതത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമാണ്? രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികൾ തന്നെയും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? കഴിഞ്ഞയാഴ്ച സൗദിയിൽ സംഭവിച്ച 2 കൗമാരക്കാരുടെ മരണങ്ങൾ ചില ജാഗ്രതാ സന്ദേശങ്ങൾ പ്രവാസികളായ കുടുംബങ്ങൾക്ക് നൽകുന്നുണ്ട്. +1 അഡ്മിഷൻ കാത്തിരുന്ന വിദ്യാർത്ഥി റിയാദിലാണ് മരണപ്പെട്ടത്. കിഴക്കൻ പ്രവിശ്യയിൽ കായിക മത്സരത്തിനിടെയായിരുന്നു മറ്റൊരു വിദ്യാർത്ഥിയുടെ മരണം. 2നും കാരണമായത് ഹൃദയാഘാതം. ഒരു കാലത്ത് പ്രായമേറെ ആയവരിൽ, പിന്നീട് ചെറുപ്പക്കാരിൽ, ഇപ്പോൾ വിദ്യാർത്ഥികളിൽ. ഭയപ്പെടേണ്ട സ്ഥിതിയിലേക്ക് എത്തിയില്ലെങ്കിലും ചില കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ അറിഞ്ഞിരിക്കണം. ആദ്യം ഇതിന് കാരണങ്ങളായി സ്കൂളുകളിലെ കായികാധ്യാപകർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. കുഴഞ്ഞു വീട് മരിക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ള സംഗതിയാണ്. അത് സാധാരണയായിട്ട് മത്സരങ്ങളുടെ ഇതുകൊണ്ടല്ല, നമ്മുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണമാണ് അത് സംഭവിക്കുന്നത്. നോർമലി ഇതുണ്ടാവുന്നത് കാർഡിയാക് അറസ്റ്റ്, അത് സാധാരണ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് പോലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത് വരുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ അല്ലെങ്കിൽ ആളുകൾ, അത് നമ്മൾ പ്രോപ്പറായിട്ട് മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളും ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ അറിയാൻ കഴിയില്ല. മൂന്നാമതായിട്ട് വരുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ചൂടാവുന്നത്, നമ്മുടെ ഈ ക്ലൈമറ്റ് കണ്ടീഷൻ, അതുപോലെ ഈ ചൂട് സമയങ്ങളിൽ നമ്മൾ മത്സരങ്ങൾ നടത്തുമ്പോഴും അതിൽ പങ്കെടുക്കുമ്പോഴും സംഭവിക്കുന്നതാണ്. ശരീരം നന്നായിട്ട് ചൂടാവും, വാട്ടർ കണ്ടൻറ്റ് വളരെ കുറവായി വരും. അപ്പോൾ വീണ്ടും ബോഡി ഹീറ്റായിട്ട് ഇങ്ങനെ നമ്മൾ കുഴഞ്ഞു വീഴാറും ബോധക്ഷയം ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലകറക്കം, അതുപോലെ ക്ഷീണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിന് മുൻകരുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റൂട്ടീൻ ചെക്കപ്പ്, അതാണ് അതിനേറ്റവും മുൻകരുതലായിട്ട് വരുന്നൊരു സംഗതി. അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ ഈ ചൂടുള്ള ക്ലൈമറ്റുകളിൽ പരമാവധി മത്സരങ്ങൾ ഒഴിവാക്കുക. ക്ഷീണം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കുട്ടികൾക്ക് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇത് വരുന്നത്. അതുപോലെ ഒരു ട്രെയിൻഡ് ഫസ്റ്റ് എയ്ഡ് പേഴ്സൺ ഉണ്ടാവുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും അല്ലെങ്കിൽ നമ്മൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്ന സമയങ്ങളിൽ. സൗദിയിലെ കാലാവസ്ഥ, കുടിവെള്ളത്തിൻ്റെ കുറവ്, ഇൻഷുറൻസ് ഉണ്ടായിട്ടും ആരോഗ്യ പരിശോധന നടത്താതിരിക്കൽ എന്നിവയെല്ലാം പല കാരണങ്ങളിൽ ചിലതാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒറ്റയ്ക്ക് ഇതായിരിക്കാം കാരണമെന്ന തീർപ്പിലെത്തുന്നതിന് പകരം ഒരു ഡോക്ടറുടെ സഹായം തേടുന്നത് വലിയ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തും. പാരൻസ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്ന കുട്ടികൾ, സ്ഥിരമായിട്ട് കളിക്കാൻ പോകുന്ന കുട്ടികളുടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇൻബോൺ ആയിട്ട് ചിലപ്പോൾ പല പ്രോബ്ലംസ് ഉണ്ടാകും. അതൊക്കെ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പിലൂടെ മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ അത് വൺസ് ഇൻ എ മന്ത് എപ്പോഴും ചെക്ക് ചെയ്യാൻ, കാരണം നമുക്കിവിടെ ഇൻഷുറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഭക്ഷണം, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഈ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് കണ്ടീഷനിൽ നമ്മുടെ ശരീരത്തിന് ഡീഹൈഡ്രേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾ വളരെ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ അവരെപ്പോഴും അതിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അതവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കുട്ടികൾ പാരൻസ് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയും വേണം. എന്നാൽ നമുക്കൊരു പരിധി വരെ ഈ രീതിയിലുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. സാധാരണ ഹൃദയാഘാതങ്ങൾക്ക് പറയുന്ന പൊതുകാരണങ്ങളുണ്ട്. തെറ്റിയ ഉറക്കം, ഭക്ഷണക്രമം, പൊണ്ണത്തടി, തെറ്റായ ജീവിതശൈലികൾ എന്നിങ്ങനെ പോകുന്നു അത്. പക്ഷെ കിഴക്കൻ പ്രവിശ്യയിലെ മരണം വോളിബോൾ മത്സരത്തിനിടെയായിരുന്നു. നല്ല ആരോഗ്യമുള്ള കൗമാരക്കാരനുമായിരുന്നു. ഇതാണ് എല്ലാവരെയും പ്രയാസപ്പെടുത്തിയതും. ഇതിൽ ഡോക്ടർമാരും വിശദമായ മുന്നറിയിപ്പ് നൽകുന്നു. അതുകൂടി വ്യക്തമായി കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ OPDയിൽ ആൾക്കാർ, മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് സോഷ്യൽ മീഡിയയിലൂടെ വന്ന് എല്ലാവരും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കുട്ടി മരണപ്പെട്ടു. അതിനെ സംബന്ധിച്ചാണ് എല്ലാവരും ചോദിക്കുന്നത്. എല്ലാവർക്കും അറിയേണ്ടുന്നത്, പെട്ടെന്ന് ഈ ഒരു കാര്യം ഉണ്ടായതാണോ, ഇപ്പോഴത്തെ കുട്ടികളിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ, എന്താണ് ഇതിൻ്റെ കാരണം എന്നൊക്കെയാണ് പൊതുവായിട്ട് മാതാപിതാക്കൾ ചോദിക്കുന്നത്.
ആദ്യം തന്നെ അറിയേണ്ട ഒരു കാര്യം, ഇതൊരു പുതിയൊരു സംഭവമല്ല. ഇത് സാധാരണ ഒരു 1,00,000 കുട്ടികളെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു കുട്ടിക്ക് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ സോഷ്യൽ മീഡിയ ഇത്രയധികം ആക്റ്റീവ് ആയതുകൊണ്ടാണ് നമ്മളിലേക്ക് എല്ലാവരിലേക്കും ഇത് എത്തുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ മസിലിന് കട്ടി കൂടുക. രണ്ടാമത്തത് ഹാർട്ടിനെ സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളുണ്ടല്ലോ, അതിന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുക. അതുപോലെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഹാർട്ടിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും സഡൻ അരിത്തമിക് ഡെത്ത് സിൻഡ്രോം എന്ന് പറയും, SADS. ഇതിന് പ്രത്യേകിച്ച് ഈ കാരണം കൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ ഹാർട്ടിന് ഒരു ബുദ്ധിമുട്ടും ഉള്ളതായിട്ട് തോന്നുകയില്ല. അപ്പം ഇതിൻ്റെ കാരണം പകുതിയോളം കുട്ടികളിൽ ഹാർട്ടിന് എന്തെങ്കിലും നേരത്തെ അസുഖമുള്ള കുട്ടികൾക്കാണ് ഇത് ഉണ്ടാവുന്നത്. അല്ലാത്ത കുട്ടികൾക്കും ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനിൽ ഉണ്ടാവാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടികൾ ചിലപ്പം തലകറക്കം, അല്ലെങ്കിൽ അസംബ്ലിക്ക് നിൽക്കുമ്പം തലകറങ്ങി വീഴുക, അല്ലെങ്കിൽ തലകറങ്ങി വീഴുന്നു, അല്ലെങ്കിൽ ചെറിയ ചെസ്റ്റ് പെയിൻ ഉണ്ട്, ഹാർട്ട് കൂടുതലായിട്ട് ഇടിക്കുന്നു എന്ന കാരണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ്, നേരത്തെ ഉറങ്ങാത്തതുകൊണ്ടാണ് എന്ന കാരണങ്ങളൊക്കെ പറഞ്ഞ് അവരോട് വഴക്കുണ്ടാക്കാതെ അല്ലെങ്കിൽ അവരെ ശകാരിക്കാതെ ഒരു ഡോക്ടറുടെ ഉപദേശം നിങ്ങൾ നേടുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ നമ്മൾ സ്കൂളിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആക്റ്റീവായിട്ട് കളിക്കുന്ന കാര്യങ്ങളിൽ കുട്ടികളെ ഇടപെടുത്താൻ പാടുള്ളൂ. ഞാനൊന്നും കൂടെ പറയാം, ആക്റ്റീവായിട്ട് നമ്മുടെ ശരീരം വളരെയധികം വ്യായാമം ആവശ്യപ്പെടുന്ന കളികളിൽ ഏർപ്പെടുന്ന കുട്ടികളെ നിർബന്ധമായിട്ടും ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഡോക്ടറെ കണ്ടിട്ട് മേടിക്കേണ്ടുന്നതാണ്. രണ്ടാമത്തെ കാര്യം, CPR ചെയ്യാൻ കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും ട്രെയിൻഡ് ആയിരിക്കണം. എന്തെങ്കിലും ഒരു അത്യാവശ്യം സ്കൂളിൽ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ CPR വിദഗ്ധമായിട്ട് ചെയ്യാൻ അവർ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് AED, നമ്മൾ ഡീഫിബ്രിലേറ്റർ, അത് യൂസ് ചെയ്യാനും എല്ലാവരും പഠിച്ചിരിക്കണം. ഇങ്ങനെ ഇത് ട്രെയിൻഡ് ആണ് എങ്കിൽ പെട്ടെന്നൊരു അത്യാവശ്യം സ്കൂളിൽ വരുമ്പം നമുക്ക് അതിനെ മറികടക്കാൻ സാധിക്കും, അപകടം കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അപകടങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. റിയാദിൽ പഠിക്കുന്ന +1 അഡ്മിഷൻ ലഭിച്ച ഒരു മോനാണ് ഹൃദയാഘാതം കാരണം മരണപ്പെട്ടത്. ഇത് ചില ചിന്തകൾ രക്ഷിതാക്കളിലേക്കും അധ്യാപകരിലേക്കും നൽകുന്നുണ്ട്. ഡോക്ടർമാർ പറഞ്ഞു വെക്കുന്നതും അതാണ്. പഴയ കാലമല്ല, രാവിലെ നേരെ സ്കൂളിലേക്ക്, അതും വാഹനത്തിൽ ചെന്നിരിക്കുന്നത് സ്കൂളിൽ. അവിടെയും അധികം കായികാധ്വാനമില്ല. തിരിച്ചു വന്നാൽ ഡിജിറ്റൽ ഡിവൈസുകളിൽ. പിന്നെ വാരാന്ത്യത്തിലോ മറ്റോ ആണ് ചിലരെങ്കിലും നന്നായി കായിക പരിപാടികളിലും മറ്റും പങ്കെടുക്കുന്നത്. അതുപോലുമില്ലാത്ത കുട്ടികൾ ഏറെയുണ്ട്. ഇതിനെല്ലാം കാരണം നിരത്താൻ രക്ഷിതാക്കൾക്കുണ്ടാകും. പക്ഷേ നമ്മൾ വളർന്ന സാഹചര്യമല്ല അവരുടേത്. എല്ലാം ശ്രദ്ധിച്ചാലും വിളിയെത്തിയാൽ മനുഷ്യർ മടങ്ങും. പക്ഷേ അത് ജാഗ്രത കുറവ് കൊണ്ടാകരുത്. കുട്ടികൾക്ക് ഓടാനും ശരീരം ഇളകാനും അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം. അത് മുതിർന്നവർക്കും ഒരുപോലെ ബാധകമാണ്. ഞാൻ ഡോക്ടർ മൻസൂർ അഹമ്മദ് ചാപ്പൻ, സീനിയർ ജനറൽ മെഡിക്കൽ പ്രാക്ടീഷണർ, ഷിഫ അൽക്കോബാർ മെഡിക്കൽ സെൻറ്റർ, അൽക്കോബാർ, സൗദി അറേബ്യ. ഹൃദ്രോഗം ചെറുപ്പക്കാരിൽ കൂടുതലാണോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും ഹൃദ്രോഗം ഇന്ന് ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു രോഗമായി മാറിയിരിക്കുകയാണ്. കാരണം ഈ ലോകത്തിൽ മരണം കൂടുതൽ സംഭവിക്കുന്നത് ഹൃദ്രോഗം മൂലമാണ്. ഒരു ഉദാഹരണത്തിന് എൻ്റെ ഒരു അനുഭവം തന്നെ ഞാനിവിടെ വിലയിരുത്താം. കഴിഞ്ഞ മാസം എൻ്റെ OPയിൽ ഒരു പേഷ്യൻ്റ് വന്നു, ഒരു രോഗി വന്നു, ചെറുപ്പക്കാരൻ, 10-29 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നു. അദ്ദേഹം ഗ്യാസിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാണ് എൻ്റെ OPയിൽ പ്രസൻറ്റ് ചെയ്തത്. നെഞ്ചിൽ ഗ്യാസ് കയറുന്നു, വയറ്റിൽ ഗ്യാസ്. അദ്ദേഹം ഒരു ട്രീറ്റ്മെൻറ്റും മുന്നേ എടുത്തിട്ടില്ല, ഒരു രോഗങ്ങളും മുന്നേ ഇല്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ, ECG എടുത്തപ്പോൾ കാര്യമായ വേരിയേഷൻ കണ്ടു. ഹോസ്പിറ്റലിൽ പോയി ആൻജിയോഗ്രാമും മറ്റും ചെയ്തപ്പോൾ ഇടതുവശത്തുള്ള രക്തക്കുഴൽ പൂർണ്ണമായും 100% ബ്ലോക്ക് വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ ചെറുപ്പക്കാരിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു രോഗമായി മാറിയിരിക്കുകയാണ് ഹൃദ്രോഗം. ഹൃദ്രോഗത്തിലൂടെ ലോകത്തിൽ ജനങ്ങളുടെ മരണ അളവ് കൂടിയിരിക്കുകയാണ്. കാരണം
പ്രത്യേകിച്ച് കാരണം ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം വരാനുള്ള പ്രത്യേക കാരണം ഭക്ഷണ രീതിയും വ്യായാമമില്ലായ്മയും ഒബേസിറ്റി പൊണ്ണത്തടിയും ആണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതിൽ ജങ്ക് ഫുഡ്, ഹോട്ടൽ ഫുഡ്, കൊളസ്ട്രോൾ, കൊഴുപ്പാഹാരങ്ങൾ മുതലായവ അതിന് ആക്കം കൂട്ടുന്നു. പിന്നെ തീരെ വ്യായാമമില്ലാത്ത ജോലിയും, എല്ലാവർക്കും വൈറ്റ് കോളർ ജോബ്, വണ്ടിയിലൂടെയുള്ള യാത്ര, വ്യായാമമില്ലായ്മ, സ്റ്റെപ്പ് കയറുന്നതിന് പകരം അവർ ലിഫ്റ്റ് ഉപയോഗിക്കുന്നു. ഒരു തരത്തിലും ഒരു വ്യായാമം ചെയ്യാതെ നമ്മൾക്ക് ആവശ്യമുള്ള കലോറിയിൽ കൂടുതൽ കാലറി ഉള്ള ഭക്ഷണങ്ങൾ, ഹൈ കാലറി ഉള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടും നമ്മൾക്ക് കാലക്രമേണ നമ്മൾക്ക് അസുഖങ്ങൾ വരുന്നു. ഗൾഫിൽ കഴിയുന്ന ഭൂരിഭാഗം പേർക്കും ഇൻഷുറൻസ് ഉള്ളതാണ്. 2 മാസത്തിലൊരിക്കൽ, പ്രയാസങ്ങളുള്ളവർ മാസത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന ഇങ്ങനെ നടത്തിയാൽ ഒന്നും സംഭവിക്കില്ല. അശ്രദ്ധയും സ്വയം കണക്കുകൂട്ടലുമാണ് പലരിലും ഹൃദയാഘാതം എത്തിക്കുന്നത്. നിരന്തരമായിട്ടുള്ള വ്യായാമം, വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ഭക്ഷണ രീതി എന്നിവ കൃത്യമായിട്ടുള്ള ഒരു കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ജീവിത രീതി, ആഹാര രീതിയിലൂടെ മുൻപോട്ട് പോവുകയാണെങ്കിൽ പല രോഗങ്ങളെയും നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ഞാനിവിടെ പറയട്ടെ. പാരമ്പര്യം ഒരു വലിയ ഘടകമാണെങ്കിലും മറ്റുള്ള ദുശീലങ്ങളും ഇതിനോടുകൂടി ആക്കം കൂട്ടുകയാണ് അസുഖത്തിന്. അത് പുകവലിയായാലും മദ്യപാനമായാലും മറ്റുള്ള ദുശീലങ്ങളായാലും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ജീവിത രീതി ആർജിക്കേണ്ടത് അത്യാവശ്യമായി തീർന്നിരിക്കുന്ന കാലഘട്ടമാണിപ്പോൾ. തീർച്ചയായിട്ടും എല്ലാവരും പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പും കൊളസ്ട്രോൾ മറ്റുള്ള ഘടകങ്ങളുടെ വിലയിരുത്തലും നമ്മൾക്ക് ആവശ്യമാണ്. അതോടുകൂടി മരുന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കഴിക്കാനുള്ള ഒരു മനസ്ഥിതി കൂടി എല്ലാവർക്കും ഉണ്ടാവണം. ചിലവരോട് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കാൻ അത് താല്പര്യമില്ലാതെ നിൽക്കുന്നതും ഈ രോഗത്തിന് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. രാത്രി വൈകിയുള്ള ഉറക്കം, വ്യായാമത്തിന്റെ കുറവ്, കുടിവെള്ളത്തിന്റെ കുറവ്, അമിതമായ ടെൻഷൻ, അശ്രദ്ധമായ ഭക്ഷണക്രമം തുടങ്ങി ജീവിതശൈലികൾ കാരണമുള്ള പ്രയാസങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ഇവിടെയും ജാഗ്രത വേണം. മക്കളുടെ കാര്യത്തിൽ അവർക്ക് ചെറുപ്പത്തിലെ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് വലുതാകുമ്പോൾ ഒഴിവായെന്ന് രക്ഷിതാക്കൾ ഉറപ്പാക്കുകയും വേണം. വലിയ കായികാധ്വാനമുള്ള മത്സരങ്ങളിൽ സ്കൂളുകൾ ഡോക്ടർമാരെ ഉപയോഗപ്പെടുത്തി ഫിറ്റ്നസ് ഉറപ്പാക്കുന്നതും മെച്ചപ്പെട്ട നീക്കമാകും. അപകടം സംശയിച്ചാൽ സ്വയം ചികിത്സയ്ക്ക് പകരം ഉടനടി ആശുപത്രിയിലെത്തിക്കുക എന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ്.